നമ്മുടെ ഒന്നാം റാങ്കിക്കാരൻ എം എസ് അരുൺകുമാർ. വെരി ഗുഡ് ഈവനിങ് എം എസ് അരുൺകുമാർ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എന്താണ് അരുൺകുമാർ കേൾക്കുന്നത്? എങ്ങനെയാണ് ഈ ഒന്നാം റാങ്ക് കിട്ടിയത്? ഈ വിജയത്തിന്റെ ചേരുവ എന്താണ്? എന്റെ പാർട്ടി, അതോടൊപ്പം തന്നെ മാവേലിക്കരയിലെ പ്രിയങ്കരായ ജനങ്ങൾ, അവരെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായ സ്നേഹം ഉണ്ടായിട്ടുണ്ട് എല്ലാവരുമായിട്ടും. എന്നാലും എങ്ങനെയാണ് അരുണിന്റെ പ്രവർത്തനം എന്നൊന്ന് പറയാമോ? ഈ ശത്രുക്കളില്ലാത്ത MLA ആവുന്നത് എങ്ങനെയാണ്? അതല്ലേ പറഞ്ഞ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അരുണിന്റെ മാർക്ക് കുറയ്ക്കാൻ ആരും കാര്യമായി അവിടെ ശ്രമിച്ചിട്ടുമില്ല. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ സർവേ തുടക്കം മുതൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. പല ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പിന്നെ VK പ്രശാന്ത് ഉയർന്നു വരുന്നു, മറ്റാളുകൾ ഉയർന്നു വരുന്നു. മുന്നിൽ വന്ന ഒരു MLAയുടെ റാങ്ക് പിന്നീട് കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓപ്പോസിറ്റായ വോട്ടുകൾ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു ഘട്ടത്തിലും ഓപ്പോസിറ്റ് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാത്ത ഒരു MLA എന്നുള്ള നിലയിലായിരുന്നു അരുൺകുമാർ തുടക്കം മുതലുള്ള പെർഫോമൻസ്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. ഈ ശത്രുക്കളെ ഒപ്പം നിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? അഥവാ ശത്രുക്കളില്ല എന്നാണ്. ശത്രു രാഷ്ട്രീയമായിട്ടുള്ള ഇതല്ലേ ഉള്ളു, അല്ലാതെ വ്യക്തിപരമായ ഒരു ശത്രുതയൊന്നും ആരും തമ്മിലില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ വർഗീയപരമായ ചിന്തകളൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മാവേലിക്കര ജനങ്ങൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിനയം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അല്ല, ഈ 5ഉം 6ഉം തവണയൊക്കെ MLA-മാരായവരുണ്ടേ. ആദ്യത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്രയും ജനസമ്മതി നേടിയെടുത്തതെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ, പാർട്ടി എല്ലാവരുമായിട്ടും സഹകരിച്ച് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി എപ്പോഴും പറയാറുള്ളത്. എല്ലാവരെയും പരിഗണിക്കണം, എല്ലാവരുടെ സൗമ്യമായി ഇടപെടണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ മീറ്റിംഗിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുമായി ബന്ധപ്പെട്ടും ഒരു പ്രയാസവും പ്രശ്നവും ഉണ്ടാകാതെ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ, അതിനനുസരിച്ചല്ലേ മുന്നോട്ട് പോകാം. ഏതായാലും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പോകാലോ. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സംസാരം കേൾക്കുമ്പോൾ എന്താണ് അരുൺകുമാർ എന്ന് മനസ്സിലാവുന്നത്. സൗമ്യമായ സംസാരമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കുന്ന ഒരാളെ തന്നെ കാണാൻ കഴിയും. എനിക്ക് കുറച്ചുകൂടി സന്തോഷം. താങ്ക് യു MS അരുൺ. പേര് അരുൺകുമാർ എന്നാണ്, പക്ഷേ സ്വഭാവം ഒട്ടും അങ്ങനെയല്ല. കണ്ടുപഠിക്കും. താങ്ക് യു അരുൺ. താങ്ക് യു അരുൺ. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷം. താങ്ക് യു അരുൺ. അപ്പോൾ അത്